ഈ റബീഉൽ അവ്വൽ 12 വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം അതിവിപുലമായി നമ്മുടെ നാടുകളിൽ ആഘോഷിക്കപ്പെടുന്നു. ഒരുപക്ഷെ പണ്ട് ക്രിസ്മസിന്റെ നാളുകളിൽ അവരുടെ ചർച്ചുകൾ ഏതുപോലെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ അലങ്കരിക്കപ്പെട്ട അവസ്ഥയിൽ നമ്മൾക്ക് പോലും പരിചയമില്ലാത്ത, ഇന്നു ജീവിച്ചിരിക്കുന്ന നമുക്ക് പോലും പതിവില്ലാത്ത രൂപത്തിൽ പള്ളികൾ മനോഹരമായ LED ബൾബുകളെ കൊണ്ട് അലങ്കരിച്ചു കാണുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി കാണാൻ പോകുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ പള്ളികളിൽ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ഇങ്ങനെ ഒരു ചടങ്ങിനും കാര്യത്തിനും അനുവാദമുണ്ട്. നമ്മുടെ പലരുടെയും കുട്ടികൾ ഇന്ന് പഠിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മദ്രസകളിലാണ്. അവിടെ പോകുന്ന കുട്ടികൾ ഒരു മാസമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പാട്ടും കളിയും പ്രസംഗങ്ങളുമെല്ലാം. എന്തിനു വേണ്ടി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ ആഘോഷത്തിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചില നിലപാടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സംശയവും വേണ്ട, എല്ലാവരും ഒരുപോലെയല്ല ആഘോഷിക്കുന്നത്. ചില ആളുകൾ എന്ത് ചെയ്യുന്നു, അവർ ആ ഖിസ്സത്തുൽ മൗലിദ്, ആ മൗലിദ് മാത്രം ഓതുക എന്നുള്ളതാണ് ചില സ്ഥലത്ത് കാണുന്നത്. ചില സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, അത്വആമു വൽ ഹൽവ, മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു. പല സ്ഥലങ്ങളിൽ എന്താണ്, വമിൻഹും മയ്യുഖീമുഹു ഫിൽ മസാജിദ്, പള്ളികളിൽ ആഘോഷിക്കുന്നവരുണ്ട്, വീടുകളിൽ ആഘോഷിക്കുന്നവരുണ്ട്, വ്യത്യസ്തങ്ങളായ ആണും പെണ്ണും കൂടിച്ചേരുന്ന ആഘോഷ പരിപാടികളുണ്ട്. എന്തെല്ലാമാണ് ഓരോ പ്രദേശത്തുമുള്ള ആളുകളുടെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ചും അവിടെ നേതൃത്വം നൽകുന്ന ആളുകൾക്കും അനുസരിച്ചുകൊണ്ട് ഓരോ നാട്ടിലും ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ്. ഇങ്ങനൊരു ദീനിക്കാര്യം ഉണ്ടാവും സുഹൃത്തുക്കളെ. ഈ പള്ളിക്ക് 5 നേരം നിസ്കാരം, മദ്രാസിലെ പള്ളിക്ക് 6 നേരം നിസ്കാരം, അങ്ങനെ ഉണ്ടാവും. ഇസ്ലാമിൽ എല്ലായിടത്തും ഒന്നേ ഉണ്ടാകൂ. അപ്പോൾ ഈ വ്യത്യസ്തത തന്നെ പണ്ഡിതന്മാർ പറയുന്നത് ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ടാണ്. പെരുന്നാക്ക് എന്തി അവിടെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ എല്ലാ പള്ളിക്കും ഒരേ മറുപടി അല്ലേ. ആദ്യത്തിൽ 7 തക്ബീർ, പിന്നെന്താണ് 5 തക്ബീർ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു ഖുതുബ നിർവഹിച്ചു. എല്ലാം ഒരുപോലെയല്ലേ. ഇസ്ലാമിലുള്ള എല്ലാ ആചാരങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് ഇന്നേ വരെയും ഒരുപോലെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനൊക്കെ പ്രമാണങ്ങളും പിന്തുണകളും ഉള്ളത് കൊണ്ടാണ്. ഒരു സംശയവുമില്ല. ഇത് ആഘോഷിക്കുന്നവർക്കോ ആഘോഷിക്കേണ്ടെന്ന് പറയുന്നവർക്കോ സംശയമില്ലാത്ത ഒരു കാര്യമാണ്. ഇത് 6-ാം നൂറ്റാണ്ടിലെയും അതേപോലെ തന്നെ 7-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലുമായിട്ടാണ് ഹിജ്റ വർഷത്തിൽ ഇത് വന്നത്. അപ്പൊ നോക്കൂ നിങ്ങൾ, 5 നൂറ്റാണ്ടിൽ മുസ്ലിം ലോകത്തൊരാളും ഈ ദിവസത്തിന് ഒരു പ്രത്യേകത കൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ എന്ത് അഭിപ്രായ ഭിന്നതയാണ് സുഹൃത്തുക്കളെ, പിന്നെ എന്ത് സംശയമാണ് ഈ കാര്യത്തിൽ നമുക്കുണ്ടാകുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുന്നു. നിങ്ങൾ ഇബ്നു കത്തീർ റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ അൽ ബിദായ വന്നിഹായ എന്ന് പറയുന്ന പ്രസിദ്ധമായ ആധികാരികമായ ചരിത്ര ഗ്രന്ഥത്തിൽ ഇതിന്റെ ഉത്ഭവം 6-ാം നൂറ്റാണ്ടിന്റെയും 7-ാം നൂറ്റാണ്ട് ആദ്യത്തിലും 6-ാം നൂറ്റാണ്ട് അവസാനത്തിലുമാണെന്ന് വ്യക്തമായി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഇതൊരാ ആഘോഷിച്ചാൽ അതിന്റെ വിധി എന്താണ്? ഇസ്ലാമിലെ ഏതു കാര്യത്തിനും ഒരു വിധി ഉണ്ടാവുമല്ലോ. അതിന്റെ വിധി എന്താണെന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ ആധികാരികമായി ഇസ്ലാമിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അത് ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. അതിന് ഏതെങ്കിലും നിലക്ക് സഹകരിച്ചാൽ, നമ്മൾ ഏതെങ്കിലും നിലക്ക് അതിന്റെ ഭാഗമായാൽ അത് നരകത്തിലേക്ക് പോകുന്ന പ്രവൃത്തിയാണെന്ന് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ ആധികാരികതയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അലൈക്കും ബിസുന്നതി, എന്റെ ചര്യയെ നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയ്യീന മിൻ ബഅദി, സച്ചരിതരായ ഖുലഫാഇർ റാഷിദീങ്ങളുടെ മാതൃകയും നിങ്ങൾ പിൻപറ്റണം. തമസ്സകൂ ബിഹാ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം, അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കണം. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, തീർച്ചയായും നിങ്ങൾ ദീനിൽ പുതിയതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. വഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതിയ കാര്യങ്ങളും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും നരകത്തിലേക്കുള്ളതാണെന്ന്. ഒരു കാര്യം അതാണ്, ഏറ്റവും പ്രധാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ ചെയ്തിട്ടില്ല, അവർ ചെയ്യാത്തതിനെയാണ് ബിദ്അത്ത് എന്ന് പറയാം. രണ്ടാമത്തെ കാര്യം, ഇത് ക്രിസ്ത്യാനികളുടെ ക്രിസ്മസിനോട് സാദൃശ്യമുള്ള അതേ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് മൻ തശബ്ബഹ ബിഖൗമിൻ, ഏതെങ്കിലും ഒരു ജനതയോട് ഒരാൾ സാദൃശ്യമുണ്ടായാൽ ഫഹുവ മിൻഹും, അവൻ അവരിൽപ്പെട്ടവനാകുന്നു എന്ന് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും. അപ്പൊ മറ്റു മതങ്ങളുടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, വഴിപിഴച്ചു പോയ, അതേപോലെ തന്നെ ദീനിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളുടെ വഴിയിൽ ഞങ്ങളെ ആക്കരുതേ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശം യഹൂദി വൻ നസാറ എന്ന് പറയാറുണ്ട്. അവരുടെ ഒരാചാരങ്ങളും നമ്മുടെ ആചാരങ്ങളായി മാറാൻ പാടില്ല എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുമ്പോൾ, പ്രശംസിക്കുമ്പോൾ അത് എത്ര വരെ ആവാം, അതിനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. വലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസബിനു മറിയം, ഈസബിനു മറിയമിനെ പ്രശംസിച്ച പോലെ നിങ്ങൾ എന്നെ പ്രശംസിക്കരുതേ എന്ന് പറഞ്ഞു. ആ പ്രശംസകൾ,
അതിര് കവിഞ്ഞു പോകുന്നിടത്തേക്കാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആഘോഷവേളകളിലും അതിൽ ചെല്ലുന്ന വരികൾ വായിച്ചാലും സൂക്ഷ്മമായി വായിച്ചാലും നമുക്ക് മനസ്സിലാകുന്ന കാര്യം. സുഹൃത്തുക്കളെ, സത്യത്തിൽ ഈ ഒരു തെറ്റായ കാര്യം ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തങ്ങളായ തെളിവുകൾ പറയുന്നുണ്ട്. നമ്മുടെ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും വിഷയമായതുകൊണ്ട് ഇതൊരു തർക്കത്തിന്റെയോ സംഘടനാപരമായ ഭിന്നിപ്പിന്റെയോ വിഷയമല്ല, നമ്മുടെ ഈമാന്റെ വിഷയമാണ്, പരലോകത്തിന്റെ വിഷയമാണ്. ഒന്നാമത്തെ ഒരു വാദം എന്താണ് സുഹൃത്തുക്കളെ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തഅലീം ചെയ്യാൻ, ബഹുമാനിക്കുവാനുള്ളതാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകന് മക്കത്ത് ജീവിക്കാൻ പറ്റാതെ വന്നപ്പോൾ പല സ്ഥലത്തേക്ക് പിന്നെ ഹിജ്റ പോയിട്ടല്ലോ. ആ ഹിജ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തും പോയ സമയത്ത് സഹാബത്തിനെ കണ്ട ആ നാട്ടിലത്തെ ആളുകൾ പറഞ്ഞ ചില വർത്തമാനങ്ങളുണ്ട്. എന്താണ് പ്രവാചകന്റെ സഹാബത്തിനെ കുറിച്ച് അവർ പറഞ്ഞത്? ഇദാ അമറഹും ഇബ്തദറു അംറഹു. എന്താണ് ആ പ്രവാചകനോട് അവർക്കുള്ള ബഹുമാനം? എന്തെങ്കിലും പറഞ്ഞാൽ ആ പറയുമ്പോഴേക്കും അവരോടിച്ചെന്ന് ആ കൽപ്പന നിർവഹിക്കും. നബി എടുക്കുമ്പോൾ ആ വളുവിന്റെ വെള്ളത്തിന് വേണ്ടി അവർ പരസ്പരം ഏറ്റുമുട്ടിയിരുന്നു, അല്ലെങ്കിൽ അത്രമാത്രം അവർ അതിനു വേണ്ടി ധൃതി കാണിച്ചിരുന്നു. നബി സ്ലാസ്മിന് മുമ്പിൽ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ വളരെ നേരിയ പതിഞ്ഞ സ്വരത്തിലേ അവർ സംസാരിക്കൂ. അതേപോലെ തന്നെ നബി സ്ലാസ്മിലേക്ക് അവർ നോക്കുമ്പോൾ എന്തായിരിക്കും? അന്നദറു ഇലൈഹി തഅലീമൻ ലഹു. നബി അങ്ങേയറ്റം ബഹുമാനിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ നോക്കിയിരുന്നത് എന്നാണ്. ഇത്രമാത്രം ആദരവുള്ള ആ സ്വഹാബത്ത് ആദരവിന്റെ പേരിലാണെങ്കിൽ സുഹൃത്തുക്കളെ, അവരല്ലേ ഇത് ആഘോഷിക്കേണ്ടത്? അവരാഘോഷിച്ചില്ല. അപ്പോൾ ആദരിക്കുക എന്നതിനൊരു മാതൃക ഇത്തരത്തിൽ ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. രണ്ടാമത്തെ ഒരു വാദം എന്താ? അവിടെ മാത്രമല്ലല്ലോ, ലോകത്തെല്ലായിടത്തും ഇല്ല എന്നാണ്. സുഹൃത്തുക്കളെ, ലോകത്തെല്ലായിടത്തും ഒരു കാര്യം ഉണ്ടായി എന്നത് ഇസ്ലാമിലെ ഒരു തെളിവായി പ്രമാണമായി പറയാൻ പറ്റൂ. ലോകത്തെല്ലായിടത്തും ഇല്ലേ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ? ഏതെല്ലാം തരത്തിൽ മഹത്തുക്കളെയും പുണ്യാത്മാക്കളെയും മറ്റു മതസ്ഥർ ആരാധിക്കുന്ന പോലെ ആരാധിക്കുന്ന രൂപങ്ങളില്ലേ? അതുകൊണ്ട് അത് ശരിയാവുമെന്നാണ്. സൂറത്ത് അൻആം 116 ആയത്തിൽ അള്ളാഹ് പറയുന്നു, ഭൂമിയിൽ ബഹുഭൂരിപക്ഷം വരുന്നവരെ നീ അനുസരിക്കുകയാണെങ്കിൽ അവർ നിന്നെ വഴിതെറ്റിച്ച് കളയും എന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ് സുഹൃത്തുക്കളെ? ഭൂരിപക്ഷം എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടല്ല നമ്മുടെ ഇസ്ലാമിന്റെ കാര്യങ്ങളും പ്രമാണങ്ങളും തീരുമാനിക്കേണ്ടതെന്നാണ്. ലോകത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഒട്ടനവധി പണ്ഡിതന്മാർ ഇത് ബിദ്അത്താണെന്ന് ഫത്വ കൊടുക്കുകയും അതിനെ നിരോധിക്കുകയും ചെയ്യുമ്പോൾ ആ പ്രമാണങ്ങൾക്കല്ലേ നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്? മൂന്നാമത്തെ ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജന്മദിനത്തിന്റെ ഓർമ്മകളെ പുതുക്കുന്ന, നബി ജനിച്ചതിന്റെ ഓർമ്മകളെ പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മറക്കുമോ? അങ്ങനെ മറന്നു പോകുമോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ? നമ്മൾ ആരാ മറക്കുക സുഹൃത്തുക്കളെ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്താണ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ആരാ പഠിപ്പിച്ചത്? ഉറങ്ങാൻ കിടക്കുമ്പോൾ, ജീവിതത്തിന്റെ ഒരു ചെരുപ്പിടുമ്പോൾ വരെ സുഹൃത്തുക്കളെ വലതുകാലിൽ ചെരുപ്പിടൂല. എങ്ങനെ നമ്മൾ മറക്കുക? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മൾ പിന്തുടരുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു വർഷം, ഇപ്പൊ ഇവിടെ ചില മഹാന്മാരെയും ഭൗതികമായി ചിന്തിക്കുന്ന ചില ശാസ്ത്രജ്ഞന്മാരെയും ആൾക്കാരെ ഓർക്കാൻ വേണ്ടി ഓരോ ദിവസം വെക്കും. അതേപോലെ നമ്മൾ ഓർക്കുന്നതാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ന് ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ലേ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ദിവസം നിശ്ചയിച്ച് ഓർക്കേണ്ട ഒരു കാര്യം നമ്മളെത്തില്ല. എപ്പോഴും നിസ്കരിക്കുമ്പോഴും ഒളുവെടുക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം നമ്മുടെ മനസ്സിൽ ആ ഓർമ്മയുണ്ടായിരിക്കുമെന്നാണ്. അതേപോലെ തന്നെ മറ്റൊരു ന്യായം പറയുന്നത് എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനും നല്ല ഉദ്ദേശത്തിലാണ് ഈ കാര്യം ചെയ്യുന്നത്. ഞങ്ങൾ ഒരിക്കലും ഒരു തെറ്റ് വിചാരിച്ചിട്ടല്ല ചെയ്യണത്, നല്ല ഉദ്ദേശത്തിൽ. അപ്പൊ ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ള ആ ഉദ്ദേശത്തിന് ഒരു കൂലി കിട്ടൂലേ എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. അവിടെ നാം ആലോചിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ, തെറ്റായ ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ നല്ലൊരു ഉദ്ദേശമുണ്ട് എന്നതുകൊണ്ട് സുഹൃത്തുക്കളെ അത് ന്യായീകരിക്കപ്പെടുമോ? തെറ്റാണെങ്കിൽ അത് എത്ര നല്ല ഉദ്ദേശത്തിൽ ചെയ്താലും അതെന്ത് ചെയ്യും? തെറ്റായി തന്നെ വരും. അപ്പൊ ഉദ്ദേശശുദ്ധി കൊണ്ടൊരു കാര്യം നന്നാകും എന്ന് പറയുന്നതിനും അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. ഈ പറയപ്പെടുന്ന ന്യായങ്ങളാണ് സാധാരണ ഇത്തരം കാര്യങ്ങൾക്ക് നിരന്തരമായി ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ള ഈമാന്റെ ഭാഗമാണ്. നമ്മുടെ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും ഒക്കെ നമ്മൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. അതെങ്ങനെയാണ് നബിയെ സ്നേഹിക്കേണ്ടത്?
മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളെ ഏറ്റവും ശരിയായി ആരാണോ പിൻപറ്റുന്നത്, ആ പിൻപറ്റുന്നവർ ആ മാതൃക പിൻപറ്റുന്നതിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതുകൊണ്ട് പ്രവാചകന്റെ ചര്യകൾ നമ്മൾ പഠിക്കണം, സുന്നത്ത് നമസ്കാരങ്ങൾ പഠിക്കണം, ദിക്റുകൾ പഠിക്കണം, ദുആകൾ പഠിക്കണം. നമ്മുടെ വേഷങ്ങളും രൂപങ്ങളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയായി സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. മറ്റൊരു കാര്യം സാധാരണ പറയാനുള്ളത്, നബിന്റെ സീറ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയാൻ അതിനുള്ളൊരു അവസരമാണല്ലോ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം എന്നുള്ളത് തീർച്ചയായും നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ധാരാളം ഗ്രന്ഥങ്ങൾ ആ രംഗത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. സുഹൃത്തുക്കൾ, അത് ഏത് സന്ദർഭത്തിൽ നമ്മൾ വായിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അന്നത്തെ ഒരു ദിവസത്തെ പ്രഭാഷണത്തിൽ മാത്രം ഒതുക്കേണ്ട ഒരു കാര്യമല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക.